ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോസിലെ പാർട്ട് 3, അതായത് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നാണയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ 2 വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോസ് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാർട്ട് 3 എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 1 റുപ്പി നാണയങ്ങളാണ്. സിൽവർ 1 റുപ്പി നാണയങ്ങളാണ്. എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 1 റുപ്പി നാണയങ്ങളാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾ എനിക്ക് കുറച്ച് ലോട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോട്ടായിട്ട് എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ഇയറിൽ വരുന്ന നാണയങ്ങളാണ്. പക്ഷേ മിൻറ്റ് മാർക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി നാണയങ്ങളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് 1 റുപ്പി ഇന്ത്യ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് നിലവിലുണ്ടായിരുന്ന എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ്. നല്ലൊരു മാർക്കറ്റ് വാല്യൂ ആണ് ഈ ഒരു നാണയത്തിനൊക്കെ ഇപ്പോഴുള്ളത്. ഏകദേശം 1400 മുതൽ 2000 രൂപ 2500 രൂപയൊക്കെ ഈ ഒരു നാണയത്തിന് വരുന്നുണ്ട്. നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് തന്നെ. അപ്പോൾ ഡിഫറൻറ്റ് ഇയറിലൊക്കെ വരുന്ന നാണയങ്ങളാണ്. മിൻറ്റ് മാർക്കിലെ നാണയങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ നാണയം 1907 നാണയമാണ്. ഈ ഒരു നാണയം 1906 നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു നാണയത്തിൻ്റെ വർഷം 1906 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നാണയം 1905 നാണയമാണ്. ആ ഒരു വർഷത്തിലെ നാണയമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് 1904 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് 1908 നാണയമാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് 1910 നാണയമാണ്. 1 റുപ്പി ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 1 റുപ്പി 1910 നാണയമാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയം 1903 നാണയമാണ്. നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. എല്ലാം നല്ലൊരു കണ്ടീഷനാണ്. എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ നാണയമാണ്. വെരി ഗുഡ് കണ്ടീഷൻ, അതായത് എക്സ്ട്രാ ഫൈനിൽ നിന്നും നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. ഈ ഒരു നാണയം 1908 നാണയമാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ച് നാണയങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റി എൻ്റെ കളക്ഷനിലേക്ക്. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലുണ്ടെങ്കിൽ പോലും കുറച്ചധികം കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും മേടിച്ചതാണ്. നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ്. ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 1 റുപ്പി, അതായത് എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 1 റുപ്പി നാണയം നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. നിങ്ങൾക്ക് ഈ ഒരു നാണയം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1200 മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം 1200 മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നല്ലൊരു ഗുഡ് കണ്ടീഷന് ഏകദേശം 2000 രൂപ മുതൽ 2500 വരെയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നാണയമാണ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന 1 റുപ്പി ഈ ഒരു നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. നിങ്ങൾ ആ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു രൂപ നാണയത്തിൻ്റെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന എഡ്വേർഡ് ഏഴാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു രൂപ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.